മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യ റംലാൻ മാസം അങ്ങനെ അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിച്ച പലതുമാണ് ഇനി വരുന്ന മാസങ്ങളിലും ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. എല്ലാവരും ഈദിന് വേണ്ടി തയ്യാറായിരിക്കുകയാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. GRB നഖത്ത് റംലാന്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റംലാൻ്റെ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ സിക്രിയത്ത് റംലാനിൽ എല്ലാ ദിവസവും എത്തുന്നത്. ഓരോ അതിഥികളുടെയും പല പല വിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE-യിലുള്ള മലയാളികൾക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ചെല്ലാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാൻ പറ്റും. UAE KMCCയുടെ നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റായ പുത്തൂർ റഹ്മാൻ സാഹിബാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. സിക്രിയത്ത് റംലാൻ ബ്രോട്ട് യു ബൈ Zoho One, ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ബിസിനസ്. അസ്സലാമു അലൈക്കും സാഹിബേ. റംലാൻ കരീം. എങ്ങനെ പോകുന്നു? പുണ്യ റംലാൻ മാസമാണ്. എങ്ങനെ, നല്ല തിരക്കിലാണോ റംലാൻ ആണെങ്കിലും? ഇല്ല, ഈ റംലാൻ വളരെ എന്താ പറയുക, തണുപ്പുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം വളരെ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാഹിബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 40-45 വർഷത്തോളമായി UAE-യിൽ എത്തിയിട്ട് 80കളിൽ എത്തിയ ഒരു വ്യക്തിയാണ്. അന്ന് വന്നപ്പോഴത്തെ UAE-യിൽ നിന്ന് ഇന്നത്തെ UAE ഒരുപാട് മാറിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ മാറ്റങ്ങളും കൃത്യമായി കണ്ടൊരു വ്യക്തി കൂടിയിട്ടാണ്. അന്നത്തെ ഒരു 80കളിലെ നോമ്പ് കാലം സാഹിബിന് ഓർമ്മയുണ്ടോ? ഞാനൊക്കെ ബാച്ചിലേഴ്സ് ലൈഫായിരുന്നു. ഞങ്ങളൊരു റൂമിൽ 4-5 ആളുകളായിരുന്നു. തൊട്ടയൽപ്പക്കത്ത് ഒരു അറബി വീടാണ്. ഒരു അവിടെ വയസ്സായ ഒരു അറബി, ഒരു ഹൈദരാബാദി വൈഫായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നോമ്പ് വാങ്ങി കൊടുക്കുന്ന മുമ്പ് തന്നെ അവർ കൃത്യമായിട്ട് ഭക്ഷണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് 4 ആൾക്ക് കഴിക്കാനുള്ള സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം അവർ തരുമായിരുന്നു. അങ്ങനത്തെ ആളുകൾ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൈഫ്, അങ്ങനെ നമ്മൾ തുടക്കം അങ്ങനെയായിരുന്നു. 23 വയസ്സിലാണ് UAE-യിലേക്ക് എത്തിയെന്നുള്ള കാര്യം പലയിടത്തും വായിച്ച് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നായിരുന്നു ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലേ. അന്ന് 23 വയസ്സിൽ സാഹിബ് MSF-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മലപ്പുറത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു കാലമായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോഴും മനസ്സിൽ? അന്ന് യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിച്ച് 4 വോട്ടുകൾക്കാണ് ഞാൻ വൈസ് ചെയർമാൻ സ്ഥാനത്ത് തോറ്റത്. അത് കഴിഞ്ഞ് ഉടനെയാണ് അന്ന് ഭാഷാ സമരം, ഇതുപോലെ നോമ്പ് കാലത്തായിരുന്നു ഭാഷാ സമരം. ഞാൻ സുഖമില്ലാതെ കിടപ്പിലാണ്. അപ്പം എനിക്കൊരിക്കലും അന്ന് സമര പരിപാടിയിൽ പങ്കെടുക്കാൻ പോകാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളോടൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു, പനിയും ജലദോഷവുമായിട്ട്. ആ സമയത്താണ് ഒരു 8 മണിക്കേനെ സുഹൃത്തുക്കൾ, യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ വീട്ടിൽ വന്ന് ഉമ്മാനോട് പറഞ്ഞു, മറിയാമത്താത്ത മോൻ്റെ എന്നെ കുഞ്ഞാനെന്ന് വിളിച്ചിരുന്നു, അയക്ക് അവനെ കൂടി വരാൻ വേണ്ടി പറ, അവന് സുഖമില്ല പറഞ്ഞ കാര്യമില്ല, അവനാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത് വണ്ടികളൊക്കെ, ഇപ്പോൾ അവൻ വന്നില്ലെങ്കിൽ ആൾക്കാരൊന്നും കുട്ടികളൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ ഉമ്മന് വന്നു തട്ടി വിളിച്ചു എന്ന് പറഞ്ഞു, എടാ പോയിക്കോ. ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്ക് തീരെ വെയ്യമ്മ. എടാ ഇത് നല്ലൊരു ദിവസമല്ലേ, അതുമല്ല നീ പങ്കെടുക്കാൻ പോകുന്നത് നല്ലൊരു പരിപാടി, ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ. ഭാഷ, അറബി ഭാഷ ഒക്കെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള സമരമല്ലേ. അത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമല്ലേ. അതുകൊണ്ട് പോയിക്കോ, അങ്ങ് പോകുമ്പോൾ നിന്റെ അസുഖമൊക്കെ മാറോടാ എന്ന് പറയും. എൻ്റെ ഉമ്മനെ തട്ടി പറഞ്ഞയക്കാണ്. അങ്ങനെയാണ് ഞങ്ങൾ 3 നാൾ മരിച്ചപ്പോൾ അതിൽ റഹ്മാൻ ഉണ്ടായിരുന്നു. അപ്പം ആരോ പറഞ്ഞിരിക്കുന്നത് റഹ്മാൻ മരിച്ചു, ഞാൻ മരിച്ചു എന്നാണ് വേണ്ടി പറഞ്ഞത്. അതിൽ ഉമ്മ ഭയങ്കര നിലവിളി, ഞാൻ എൻ്റെ കുട്ടീനെ പറഞ്ഞത് മരിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളും കാപ്സിലൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ. പിന്നെ ആരോ വിളിച്ചു പറഞ്ഞു, ഇല്ല മരിച്ചിട്ടില്ല, അവനല്ല മരിച്ചത്. അപ്പം അങ്ങനത്തെ നോമ്പ് കാലത്തെ അതൊക്കെ സത്യം പറഞ്ഞെങ്കിൽ എപ്പോഴും ആലോചിക്കുന്നതായിരുന്നു ഞാൻ. എന്താ നിനക്കൊക്കെ അറബിയുമാണല്ലടാ ഇവിടെ, എനിക്ക് കുറയാൻ പഠിക്കുന്നില്ലടാ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തല്ലിടെ പോലീസുകാർ. ഞാൻ ആലോചിക്കും, എൻ്റെ ദൈവമേ, നമ്മളിപ്പോൾ അറബി നാട്ടിലാണല്ലോ. അപ്പോൾ ഈ അറബി നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അന്നത്തെ ആ രംഗം ഓർമ്മയിൽ വരുന്നത്. ആ പോലീസുകാരുടെ മുഖം ഇപ്പം ഞാൻ മറന്നില്ല. അന്ന് ഈ ചെറുപ്പകാലത്ത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇത്രയും അധികം ആക്റ്റീവായി നിന്നതുകൊണ്ട് തന്നെയാണോ ഇവിടെ എത്തിയതിന് ശേഷവും പൊതുപ്രവർത്തനത്തിൽ ഉണ്ടാവണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നത്?
എൻ്റെ ലൈഫിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാവപ്പെട്ട ഫാമിലിയിലാണ്. എൻ്റെ വാപ്പ എന്ന് പറയുന്നത് ചാപ്പരങ്ങാടി വാപ്പൂസിലേർ, അതുപോലെ വലിയ പ്രാസംഗനായിരുന്നു. അന്നത്തെ പണ്ഡിതന്മാർക്കൊക്കെ ശമ്പളം വളരെ പരിമിതമായ ശമ്പളം. അതുകൊണ്ട് അന്ന് എനിക്ക് കോളേജിൽ പഠിക്കാൻ പോകാൻ പറ്റാതെ വന്നു. ബാപ്പാക്ക് എന്നെ ബഗ്യാത്ത് സ്വാലിയാത്ത് എന്ന് പറയുന്ന അവർ കോളേജിൽ സ്കൂളിലാക്കാൻ എന്നെ തീരുമാനിച്ചു. ഞാൻ അപ്പോൾ എനിക്ക് കോളേജിൽ പോകണം. അങ്ങനെ ഉമ്മ എന്നെ പാണക്കാട് പൂക്കോയത്തങ്ങളെ അടുത്ത് കൊണ്ടുപോയി. കാരണം പൂക്കോയത്തങ്ങൾ പറഞ്ഞാൽ ബാപ്പ കേൾക്കും. ഉമ്മ എന്നെ എൻ്റെ സൈഡിൽ നിന്നു. അദ്ദേഹമാണ് കത്തുമായിട്ട് അന്നത്തെ പ്രിൻസിപ്പൽ അബൂബക്കർ മൗലവിക്ക് കത്തുമായി എന്നെ ഫറൂഖ് കോളേജിലോട്ട് അയച്ചത്. അപ്പം അന്നത്തെ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ 2-3 വർഷക്കാലം തങ്ങളായിരുന്നു വഹിച്ചത്, പാണക്കാട് കുടുംബം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ തങ്ങളുമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ സത്യത്തിൽ എന്നെ. അതുമാത്രമല്ല മറ്റുള്ളവൻ്റെ സഹായം കൊണ്ട് പഠിച്ചു എന്നുള്ളൊരു മാനസികമായ ഒരു എന്താ പറയുക ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പം ഞാൻ മറ്റുള്ളവരെ കൊണ്ട് പഠിച്ചപ്പോൾ എൻ്റെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നത് അത് തന്നെ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനിച്ച പോലെയാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ പൊതു രംഗത്ത് വരാനുണ്ടായ കാരണം എനിക്ക് തോന്നുന്നത് ആ കുട്ടിക്കാലമാണ്. ആദ്യമേ ഇവിടെ ഫ്യൂജേറയിൽ തന്നെയായിരുന്നു വന്നത്. ആദ്യം 80 ഡിസംബറിലാണ് ഞാൻ വന്നത്. എനിക്ക് തന്നെ ആദ്യത്തെ ജോലി ക്ലീൻ ചെയ്യുക, അതായത് ഈ മെഷീനറി ഐറ്റങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, എൻജിൻ ക്ലീൻ ചെയ്യുക, പെട്രോളൊക്കെ ഒഴിച്ചിട്ട് ഓരോ ദിവസവും ഞാൻ ജോലി ചെയ്ത് പോകുമ്പോൾ ആകെ മുകളിലൊക്കെ പെട്രോളും ഓയിലൊക്കെ ആയിരിക്കും. അങ്ങനെ താമസിക്കുന്നതാണെങ്കിലും ഒരു അമർ സിംഗ് എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ റൂമിലാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പനെ പോലെ ഇത് നോക്കിയത്. ഭയങ്കര വയസ്സായ മനുഷ്യൻ, ആചാര്യഭാവമായ വലിയൊരു മനുഷ്യനാണ്. ദിവസം ജോലിക്ക് പോകുമ്പോൾ ഞാൻ കയറും. ഇപ്പോൾ ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ LKG പോകുമ്പോൾ കുട്ടികൾ കഴിയുന്ന പോലെ വെളുക്കാൻ കാലിൽ 5 മണിക്ക് ഇരിക്കണം. നല്ല തണുപ്പോടെ ഡിസംബറിലൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ഈ തണുപ്പ് വരവിച്ചിങ്ങനെ പോവുകയാണ് രാവിലെ. ഇങ്ങനെ ആ വലിയൊരു കുപ്പായുണ്ടല്ലേ, എന്താ പറയുക, ഒരു മെക്കാനിക്കൽ വലിയൊരു ലോ ഇട്ടുകെട്ടാ പോവാ. അങ്ങനെ പോകുമ്പോൾ കണ്ടിരിക്കും വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. സഹിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി. ഓക്കെ, ഈ ഒരു 45-44 വർഷത്തോളമായിട്ടുള്ള ജീവിതത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങൾ കൂടുതലും UAE തന്നെയായിരുന്നു. UAE സാഹിബിനെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഹൗ സിമ്പിൾ യു ആർ, ഹൗ ഹംബിൾ യു ആർ. എവരിബഡി വിൽ അപ്രിഷിയേറ്റ് യു, എവരിബഡി വിൽ സപ്പോർട്ട് യു, എവരി വിൽ വിത്ത് യു. എല്ലാവരും നിന്നെ കൂടെ ഉണ്ടാവും. നീ എളിമത്വം കാണിക്കുക. നമ്മളിപ്പോൾ ഞാൻ സീക്രട്ട് ആളാന്നൊക്കെ പറയുന്നത് അതിന് പകരം നമ്മൾ ലാളിത്യം കാണിക്കുകയും ആളുകൾ സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനിടയിൽ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. സാഹിബ് ഒരു എഴുത്തുകാരൻ കൂടിയിട്ടാണ്. 5ഓളം പുസ്തകങ്ങൾ എഴുതിയൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു എഴുത്തിന് ലോകത്തേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തേന് ഞാൻ എഴുതുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു മാപ്പിളനാട് ഉണ്ടായിരുന്നു, PP കമ്മുവക്ക എന്ന് പറഞ്ഞൊരു അല്പം എക്സ്ട്രീമായ. ഞങ്ങൾ ലീഗിലെ നേതാക്കന്മാരെ തന്നെ തിരുത്താൻ വേണ്ടിയാണ് ആ മാപ്പിളനാട് തുടങ്ങിയത്. അപ്പം അങ്ങനെ സമയമില്ല, അതാണ് പ്രശ്നം. എന്നാലും ഉള്ള സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ച് എഴുതും. ഇനി എന്തായാലും സാഹിബിന് അതിനുള്ള സമയം കിട്ടട്ടെ, ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം സാഹിബ് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു. GRB നെയ് നഖത് റംലാൻ്റെ അവസാനത്തെ എപ്പിസോഡായിരുന്നു ഇന്ന്. ഒരുപാട് പേരുടെ ഓർമ്മകളിലൂടെ നമ്മൾ യാത്ര ചെയ്തു ഈ ഒരു പുണ്യ റംലാൻ മാസത്തിൽ. സക്രിയത്ത് റംലാനിലൂടെയാണ് നമ്മൾ ഇവരുടെയൊക്കെ ഓർമ്മകൾ കേൾക്കുകയും കാണുകയും ചെയ്തത്. സക്രിയത്ത് റംലാൻ brought to you by Zoho One, the operating system for business. Equity Plus presents GRB നെയ് നഖത് റമദാൻ, brought to you by Zoho One. എങ്ങനെയൊക്കെ പാചകം ചെയ്യുമെന്ന് ഇപ്പൊ കണ്ടോ. തരിതരിയായി നെയ്യുണ്ടെങ്കിൽ എങ്ങനെ മനസ്സെല്ലാം നിറയുമേ. എങ്ങനെ GRB നെയ്യ് തരുമേ രുചിയും വണമും. GRB നെയ്യ് തന്നേ ഓരോരോ ദിനവും. തരിതരിയായി GRB നെയ്യ്. GRB നെയ്യുണ്ടെങ്കിൽ അങ്ങനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്മ അല്ലെങ്കിൽ ഹസനാത്ത് ഇത് വിശാലമായൊരു ലോകമാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇസ്ലാമിൻ്റെ 5 പഞ്ചസ്തംഭങ്ങളിൽ ഷഹാദത്ത് അടക്കം
പലപ്പോഴും പല ആളുകളും വിചാരിച്ചത് ഇസ്ലാം ഈ 5 കാര്യങ്ങളിൽ നിക്ഷിപ്തമാണെന്നാണ്. സത്യത്തിൽ അത് പില്ലറുകൾ മാത്രമാണ്. ഒരു ബിൽഡിംഗ് ആവുന്നത് പില്ലറുകളെ കൊണ്ട് മാത്രമല്ല. നന്മകളുടെ ഒരുപാട് വാതായനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, തിന്മകളും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ശാരീരിക പ്രകൃതവും ചുറ്റുപാടിൻ്റെ ഇൻഫ്ലുവൻസും നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. മൊറാലിറ്റിയും മോറൽ കൺസെപ്റ്റും വാല്യൂസ് ഇതൊക്കെ പഴഞ്ചനെന്നോ അതിനൊന്നും ആവശ്യമില്ലെന്നോ പറയപ്പെടുകയോ വിശ്വസിക്കപ്പെടുകയോ ചെയ്യുന്നൊരു കാലമാണിത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ, ആ സൂറയുടെ ആദ്യത്തെ 3 ആയത്തുകൾ അല്ലെങ്കിൽ 4 ആയത്തുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അർ റഹ്മാൻ, ദ മോസ്റ്റ് മേഴ്സിഫുൾ, ഏറ്റവും കരുണാവാരിധിയായ അള്ളാഹു. അതൊരു ആയത്താണ്, ഒരു സൂക്തമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് അല്ലമൽ ഖുർആൻ, ഹി ടോട്ട് ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. മൂന്നാമത്തെ സൂക്തം ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. 4 അല്ലമഹുൽ ബയാൻ, ഹി ടോട്ട് ഹിം എലക്വൻസ്, മനുഷ്യന് ആശയ സംവേദനം അള്ളാഹു പഠിപ്പിച്ചു. ഇവിടെ ആയത്തിൻ്റെ ക്രൊണോളജി നോക്കിയാൽ നമുക്ക് ചിലപ്പം അവിടെ എന്തോ ഒരു പെശകുണ്ടോ എന്ന് തോന്നിപ്പോകും. കാരുണ്യവാൻ, ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് സംവദിക്കാനുള്ള കഴിവ് നൽകി. ഇവിടെ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു. സത്യത്തിൽ പറയേണ്ടത് മനുഷ്യനെ പടച്ചു, ഖുർആൻ പഠിപ്പിച്ചു എന്നല്ലേ. പക്ഷേ ഖുർആൻ്റെ വാക്കുകൾ വളരെ കണിശവും കൃത്യവും പ്രിസൈസുമാണ്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം, എന്തിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിൻ്റെ ലക്ഷ്യം നമ്മൾ ആദ്യം കണ്ടതിന് ശേഷമാണ് പ്രൊഡക്ഷനിലേക്ക് നീങ്ങുന്നത്. ഒരു വസ്തു ഉണ്ടാക്കിക്കഴിഞ്ഞതിന് ശേഷമല്ല അതിൻ്റെ യൂസ് എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. ആദ്യമായി വാല്യൂസ് നിർമ്മിച്ചതിന് ശേഷമാണ്. വിശുദ്ധ ഖുർആൻ എന്നത് മോറൽ വാല്യൂസാണ്, കോഡ് ഓഫ് കണ്ടക്റ്റാണ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് അള്ളാഹുവിൻ്റെ അറിവ് മനുഷ്യന് നൽകിയ ദിവ്യജ്ഞാനം, അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ പടച്ചത്. അതുകൊണ്ട് മനുഷ്യനെ പടച്ചു എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു പറയുന്നത് ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്. മൂല്യം ആദ്യം വരുന്നു, വാല്യൂ കംസ് ഫസ്റ്റ്, അതിനുശേഷമാണ് മാറ്റർ, അതിനുശേഷമാണ് മെറ്റീരിയൽ. ഈ ഒരു തത്വത്തിലൂടെയാണ് റമളാനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ പലപ്പോഴും ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ മൂല്യവും ധർമ്മവും നല്ലതും നേരും ഒക്കെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരൽപ്പം ചിന്തകൾ വിശുദ്ധ റമളാനിൽ നമുക്ക് സാധ്യമായത്, ഒരുപാട് നിസ്കരിക്കുവാനും കുറേ സമയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഒരുപാട് ദാനം ചെയ്യാനുമൊക്കെ ഒഴിഞ്ഞിടപ്പെട്ട ഒരു സമയമാണ് റമളാനിൻ്റെ പകലുകൾ. രാത്രിയിലെ തറാവീഹ് നിസ്കാരവും ഖിയാമുൽ ലൈലും തഹജ്ജുദും സുന്നത്തായ നിസ്കാരങ്ങളും ഇതൊക്കെ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷേ പലർക്കും അതിന് സാധിച്ചില്ല എന്ന് വരും. ജോലിക്ക് പോകുന്നവർ, അധ്വാനിക്കുന്നവർ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ബിസിനസ് സംബന്ധമായ തിരക്കിലും യാത്രയിലുമുള്ള ആളുകൾ, ഇത്തരം ആളുകൾക്ക് ഈ റമളാനിൻ്റെ ഈ ഒരു സുഹൃതത്തിൻ്റെ വസന്തം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു ചെറിയ രേഖയാണ്, ഒരല്പം ചിന്തകളാണ് ഞാൻ ഇനി പറയുന്നത്. മൻ അറാദ സ്വലാത്തൽ ലൈൽ വഹുവ നായിം ഫലാ യഅ്ശു ബിൻ നഹാർ. രാത്രി ഉണർന്നിരുന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് എങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ പ്രതിഫലം ലഭിക്കുന്നത്? ഫലാ യഅ്ശു ബിൻ നഹാർ. പകലിൽ അവർ തിന്മകളിലേക്ക് പോകരുത്. മനുഷ്യൻ്റെ കണ്ണും കാതും കാഴ്ചയും ചിന്തകളും നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. പകലിൽ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് പാതിരാവിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമുണ്ടെന്നാണ്. ഒമൻ അറാദ സുയാമ തതവ്വ ഫല്യഹ്ഫദ് ലിസാനഹു അമ്മാ ലാ യഅനി. സുന്നത്ത് നോമ്പുകളുണ്ട്. റമളാൻ കഴിഞ്ഞാൽ തന്നെ, റമളാൻ കഴിഞ്ഞ ഉടനെ ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് 6 ദിവസം സുന്നത്ത് നോമ്പുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റും. ഓരോ മാസത്തിലെയും അയ്യാമുൽ ബീൽ എന്ന് പറയുന്ന അറബ് മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റും. അല്ലാതെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ എടുക്കാൻ പറ്റും. നിഷിദ്ധമായത് പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമാണ് നോമ്പെടുക്കാൻ പാടില്ലാത്തത്. സുന്നത്ത് നോമ്പ് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുന്ന വലിയൊരു കർമ്മമാണ്. സ്വഹാബികളോട് നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നഹു ലാ അദ്ല ലഹ്, നോമ്പിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന്. സത്യത്തിൽ അതാണ് നോമ്പെന്ന് പറയുന്നത്. അത്രയും ആത്മവിശുദ്ധി നൽകുന്ന ഒരു സംഗതിയാണ്. ഞാൻ പറയുന്നത്, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർ, ജോലിയോ മറ്റോ യാത്രകളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ള ആളുകൾക്ക് നോമ്പെടുക്കാൻ പറ്റിക്കൊള്ളുന്നത്. റമളാനെ സംബന്ധിച്ചല്ല, സുന്നത്ത് നോമ്പ്. അത് പറ്റാത്ത ആളുകൾക്ക് എങ്ങനെ അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് ചോദിച്ചാൽ ഫൽയഹ്ഫദ് ലിസാനഹു അമ്മാ ലാ യഅനി. അനാവശ്യമായ വർത്തമാനങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക എന്നതാണ്. അനാവശ്യം എന്ന് പറയുന്നത് തന്നെ വലിയൊരു വൃത്തമാണ്.
ആശാസ്യമല്ലാത്തത് എന്തായിരുന്നാലും നമുക്ക് പറയാൻ പാടില്ല. പക്ഷേ ആവശ്യമില്ലാത്തത്, തിങ്സ് ഡോണ്ട് കൺസേൺ യു, നമ്മൾ ആവശ്യമില്ലാത്തിടത്ത് പോയി ഇടപെടുകയോ അനാവശ്യമായി വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയോ സമയം കൊല്ലുകയോ ചെയ്യരുത്. നാവിന് നല്ലത് പറയുകയും ഇല്ലെങ്കിൽ മൗനം പാലിക്കുകയും ചെയ്യണമെന്നാണ് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ആർക്കെങ്കിലും നല്ലത് പറയാനില്ലെങ്കിൽ അവർ മൗനം പാലിക്കുകയും അല്ലെങ്കിൽ നല്ലത് പറയുകയും ചെയ്യട്ടെ, അരുതാത്തതോ അനാവശ്യങ്ങളോ പറയരുത്. അങ്ങനെ നാവിനെ നിയന്ത്രിക്കുന്നവർക്ക് സുന്നത്ത്, ഓപ്ഷണൽ ഫാസ്റ്റിംഗ്, സുന്നത്ത് നോമ്പെടുക്കുന്നതിൻ്റെ പ്രതിഫലമുണ്ട്. വമൻ അറാദ ഫദലൽ ഉലമ ഫഅലൈഹി ബിത്തഫ്കീർ, പണ്ഡിതന്മാർ അള്ളാഹു ആദരിച്ചവരാണ്. ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഖുർആൻ ചോദിക്കുന്നുണ്ട്, ദോസ് ബിക്കം ഈക്വൽ, ദോസ് ഹു നോ ആൻഡ് ദോസ് ഹു ഡോണ്ട് നോ, അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അത് റെട്ടോറിക് ക്വസ്റ്റ്യനാണ്. ശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അല്ല. പണ്ഡിതന്മാർക്ക് വലിയ മഹത്വമുണ്ട്, അവർക്ക് വലിയ പ്രതിഫലവുമുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സാധ്യമായി, ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ സാധ്യമായില്ല എന്ന് വിചാരിക്കുക. അവർക്ക് എങ്ങനെ ആ പണ്ഡിതന്മാരുടെ മഹത്വത്തിലേക്ക് എത്താൻ കഴിയും എന്ന് ചോദിച്ചാൽ ഫഅലൈഹി ബിത്തഫ്കീർ, ഡീപ്പ് തിങ്കിങ് ആൻഡ് പോണ്ടറിങ്. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നല്ലതിലും ധർമ്മത്തിലും പഠനത്തിലും മനുഷ്യൻ്റെ ചിന്തകൾ ചിലവഴിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ്റെ മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലക്ച്വൽ എക്സസൈസ്, ഇതിന് പണ്ഡിതന്മാരുടെ മഹത്വം ലഭിക്കുമെന്നാണ്. വിശുദ്ധ ഹദീസിൽ ഒരു വചനം കാണാൻ കഴിയും, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ, 1000 റക്അത്തുകൾ നിസ്കരിക്കുന്നതിന് തുല്യമാണ് 1 മണിക്കൂർ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത്. ചിന്ത, നല്ല കാര്യങ്ങളിൽ ചിന്തിക്കുന്നത്. ചിന്തകളിൽ നിന്നാണ് ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ഉണ്ടാകുന്നത്. ചിന്തകളിൽ നിന്നാണ് സമൂഹത്തിന് പ്രോഗ്രസ് ഉണ്ടാകുന്നത്. ചിന്തകളാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. മനുഷ്യൻ വെറും വയറിനും ഭോഗത്തിനും അടിമയായി മാറിയാൽ ലോകത്ത് എന്ത് ക്രിയേറ്റിവിറ്റിയാണ് ഉണ്ടാവുക? അതുകൊണ്ട് പണ്ഡിതരുടെ മഹത്വത്തിലേക്ക് എത്തണമെങ്കിൽ ചിന്തകൾ കൊണ്ട് സമയം നിറച്ചു കഴിഞ്ഞാൽ മതി. ചിന്തിക്കുക, ആലോചിക്കുക, പഠിക്കുക, ഗവേഷണം ചെയ്യുക. നേരത്തെ പറഞ്ഞ 2 നാവിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമുണ്ട്. പിന്നെ പകൽ സമയങ്ങൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും രാത്രികാലങ്ങളിൽ നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Equity Plus presents GRB നെയ് നഖാത്ത് റമദാൻ, brought to you by Soho One. എങ്ങനെയൊക്കെ പാചകം ചെയ്യുമെന്ന് ഇപ്പൊ കണ്ടോ? തരി തരിയായി നെയ്യുണ്ടെങ്കിൽ എങ്ങനെ മനസ്സെല്ലാം നിറയുമേ. എങ്ങനെ GRB നെയ്യ് തരുമേ, രുചിയും വണമും GRB നെയ്യ് തന്നേ ഓരോരോ ദിനവും. തരിത്തരിയായി GRB നെയ്. GRB നെയ്യുണ്ടെങ്കിൽ അങ്ങനെ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിസേർട്ടാണ്. ഡിസേർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലസ് ഒരു ഫ്യൂഷനായിട്ട് നമുക്ക് ലെയർ ചെയ്തിട്ട്, ഞാനതിൽ ഇന്ത്യൻ നമ്മുടെ കാരറ്റ് ഹൽവ പ്ലസ് നമ്മുടെ അറബിക് അല്ലെങ്കിൽ എമറാത്തി കുനാഫ ലെയർ പ്ലസ് ഒരു ചീസ് കേക്ക് ലെയർ, ലെമൺ ചീസ് കേക്ക് ലെയർ, ഇങ്ങനെ 3 ലെയേഴ്സ് ആയിട്ട് 4 ലെയേഴ്സ് ആക്കുന്നുണ്ട്. പക്ഷേ 3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഒരു പുഡിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഈദിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്വീറ്റ് ആക്കാം നമ്മുടെ ഈ ഒരു അവസാനത്തെ എപ്പിസോഡ് എന്ന് ഓർത്ത് ചെയ്തതാണ്. ഇതിന് പ്രത്യേകിച്ച് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഒരു ചീസ് കേക്ക് പുഡിംഗ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് പേരിടാം. നിങ്ങൾക്ക് വേണ്ട ലെയേഴ്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇന്ന് ഈ ഒരു ലെയറിൻ്റെ ഒരു കോമ്പിനേഷൻ വരുത്തുന്നത് ഒരു പിസ്റ്റാഷ്യോ ഫ്ലേവറാണ്. കാരണം ഗാജർ ഹലുവ അല്ലെങ്കിൽ ക്യാരറ്റ് ഹലുവക്ക് ഒരു നട്ടി ഫ്ലേവർ ടേസ്റ്റാണ്. പ്ലസ് നമ്മൾ ചീസ് കേക്കിന് ഒരു നട്ടി ഫ്ലേവർ ടേസ്റ്റാണ്. കുനാഫൊക്കെ എസ്പെഷ്യലി പിസ്റ്റാഷ്യോ ഇല്ലാത്ത കുനാഫ ഇല്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ലെയറായ ക്യാരറ്റ് ഹലുവയിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഓൾറെഡി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ ചെയ്യുന്ന ഗാജർ ഹലുവേൻ്റെ പോലെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് നമ്മുടെ GRB ഗീയിൽ നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. പഞ്ചസാര ഏലക്കായി ഇട്ട് നമ്മുടെ ഹൽവയുടെ ഒരു പരുവത്തിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. അതെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഒരു പാന് അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക്
നല്ല തരി തരിയായി പരിശുദ്ധമായ GRB നെയ്യ്. ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറാണ് സത്യത്തിൽ നമ്മൾ ഗാജർ ഹൽവ എന്ന് അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വരുന്ന നല്ല അടിപൊളി നെയ്യിൻ്റെ മണമല്ലേ. അപ്പം നല്ലൊരു നെയ്യ് ഫ്ലേവറിൽ തന്നെ ഗീ ഫ്ലേവറിൽ തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ GRBയുടെ ഗീ ആദ്യം തന്നെ ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിലേക്ക് നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കേട്ടോ, ചെറിയൊരു ടേസ്റ്റ് ബാലൻസിങ്ങിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ പഞ്ചസാര ഒരു 4 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി ഒരു ഹൽവ പരുവത്തിലാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ പതുക്കെ ഒന്ന് വെന്ത് വന്നോട്ടെ. ചെറിയൊരു ഫ്ലെയിമിൽ നമുക്കതിനെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേറൊരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ കുനാഫയുടെ ഷീറ്റ് ചെറുതായിട്ട് മുറിച്ചത് ഇതാ. നമ്മൾ എന്ത് സേമിയ ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ സേമിയ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി തിക്കല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇത് നമുക്കൊരു ക്രിസ്പി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ വളരെ കുറച്ച് ഗീയിൽ നന്നായിട്ട് ഗോൾഡൻ കളറാക്കി എടുക്കുകയാണ്. അതാണ് നമ്മുടെ വേറൊരു ക്രിസ്പി ലെയർ എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഹൽവ ഇവിടുന്ന് റെഡി ആകുമ്പോഴത്തേക്കും GRB ഗീ ഒഴിച്ച് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമ്മുടെ കുനാഫ ഷീറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുനാഫ ഷീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി അതും നന്നായിട്ടൊന്ന് ക്രിസ്പിയായി വരട്ടെ. ഇത് രണ്ടും ഇവിടുന്ന് സ്ലോലി റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പുഡിംഗ് മിക്സ്ചറിലേക്ക് പോകാം. ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീം ചീസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ചീസ് കേക്ക് ഫ്ലേവറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 5 പീസ് ക്രീം ചീസിന് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം പൗഡർ വാനില ഫ്ലേവറിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വളരെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ മതി കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തിക്ക് ക്രീം, കുക്കിംഗ് ക്രീം ഏതായാലും കുഴപ്പമില്ല, തിക്ക് ക്രീം ഒരു 1/2 കപ്പിനടുത്തോളം ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഫ്ലേവർ ഞാൻ കൊടുക്കാൻ പോകുന്നത് ലെമൺ ഫ്ലേവറാണ്. അതുകൊണ്ട് ലെമൺ ജസ്റ്റ് എടുക്കുക. ജസ്റ്റ് മേൽഭാഗത്ത് ആ ഒരു മഞ്ഞ കളർ മാത്രം ചിരവി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും നമുക്കൊരു ഫുഡ് പ്രൊസറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കുക്കിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന 2 സ്പൂൺ വിപ്പിംഗ് ക്രീം പൗഡർ, 5 പീസ് കിരീൻ്റെ ഏതെങ്കിലും ഒരു ക്രീം ചീസ്, പിന്നെ നമ്മൾ ലെമൺ ജസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലെമണി ഫ്ലേവർ കിട്ടാൻ നല്ലോണം കുറച്ച് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. കോൺട്രഡിക്റ്റിംഗ് ആണ് നല്ലോണം കുറച്ചും പറഞ്ഞ്, നന്നായിട്ട് ചിരവിയിട്ട് കുറച്ച് നല്ലോണം ഒരു 1/2 ടീസ്പൂണിനടുത്ത് തന്നെ ലെമൺ ജസ്റ്റ് കൊടുക്കാം. ഇവിടെ നല്ല ലെമണി സ്മെല്ല്, അവിടെ നല്ല ഗീൻ്റെ അടിപൊളി മണം. ഇതൊക്കെ കൂടിയിട്ടൊരു അടിപൊളി സ്വീറ്റ് ഡിഷാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം തന്നെ ജസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ചീസിൻ്റെ കൂടെ ബീറ്റ് ചെയ്യും. അതൊക്കെ കൂടെ നന്നായിട്ട് ബ്ലെൻഡായി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഹൽവ ലെയറും കുനാഫ ലെയറും ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ കുനാഫയുടെ ഷീറ്റ് കണ്ട നന്നായിട്ട് റോസ്റ്റായിട്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമ്മുടെ GRB ഗീയുടെ ഒരു കളർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ക്യാരറ്റ് ഹൽവ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കഴിയുമ്പം ആ ലെയറും സെറ്റാവും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് പാലൊന്ന് ജസ്റ്റ് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ ഒഴിച്ചു കൊടുക്കുക. ഇതിനൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ ലെയറും സെറ്റായി. ഇത് ഒന്ന് ആ ഒരു പാല് ഡ്രൈ ചെയ്യാൻ മാത്രം മതി. ഇനി നിങ്ങൾക്ക് നല്ല വെന്തുടഞ്ഞ ഹൽവയാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യാം. ഇത് കുറച്ചൊന്ന് കടിക്കാൻ പാകത്തിനുള്ള ടെക്സ്ചറിലാണ്. അപ്പോൾ നമുക്ക് അതും ഓഫ് ചെയ്യാം. ഇനി ഇതൊക്കെ അസംബിൾ ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് ചൂട് താഴ്ന്നിട്ട് മാത്രമേ നമുക്ക് സെറ്റിംഗ് ഗ്ലാസ്സിൽ അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം അല്ലേ, അപ്പോൾ അത് മെൽറ്റായി പോകാണ്ടിരിക്കാൻ ഇതൊന്ന് ജസ്റ്റ് ചൂട് താഴ്ന്നിട്ടാകുമ്പോൾ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ എല്ലാ ലെയേഴ്സും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് നമ്മൾ ലെയർ ചെയ്യാൻ പോകുന്ന ഗ്ലാസ്സിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഹൽവയാണ് ലെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഞാൻ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് വെറ്റ് ക്യാരറ്റ് ഹൽവ ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനി ഇതെല്ലാം രസ്മലായി ട്രൈ ചെയ്യണമെങ്കിൽ രസ്മലായി ട്രൈ ചെയ്യാം ഈ ലെയർ. ഞാനത് ഓർത്തു. പിന്നെ എല്ലാം വൈറ്റ് ആയിരിക്കുമല്ലോ, നമുക്കൊരു കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ക്യാരറ്റ് ഹൽവ ചൂസ് ചെയ്തത്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് പൊരിച്ചു വെച്ചിരിക്കുന്ന കുനാഫൻ്റെ ക്രിസ്പ്. ഇനി നമ്മൾ കുറച്ച് പിസ്റ്റാഷ്യോ പൊടിച്ചത് എൻ്റെ സൈഡിൽ ഇട്ടു. ഇനി നമ്മൾ ഇതിന് മേലെയായിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ചീസ്, നമ്മുടെ ആ ഒരു ചീസ് കേക്ക് ലെയർ അതാണ്, അതിനൊന്ന് ലെയർ ചെയ്ത്.
ഈ ഒരു ചീസ് കേക്ക് ലെയർ മെൽട്ടായി പോകുന്നതായിട്ടാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് നമ്മുടെ ക്യാരറ്റ് ഹൽവ ഒന്ന് തണുത്തിട്ട് മാത്രം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. തണുക്കണമെന്നില്ല, ചൂടാറിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് വീണ്ടും കുറച്ച് കുനാഫയുടെ ബിറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി അതിന് മേലെയായിട്ട് പിസ്റ്റാഷ്യോ ക്രീം. ഇനി നമ്മൾ കുറച്ച് പിസ്റ്റാഷ്യോ പൗഡറും കൂടെ ഒന്ന് സൈഡിൽ കൊടുത്താൽ നമ്മുടെ പുഡിങ് റെഡി. അങ്ങനെ നമ്മുടെ ട്രിപ്പിൾ ലെയർ ചീസ് കേക്ക് പുഡിങ് റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല ഫ്ലേവേഴ്സിലൂടെ, ഈ ഫ്ലേവേഴ്സിലൂടെ നിങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പം നിങ്ങൾക്ക് ഒന്നിങ്ങനെ ട്രാവൽ ചെയ്ത് വന്ന പോലെ ഉണ്ടാവും പല ക്യൂസീനിലേക്ക്. പിന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ആ ഒരു ലെമണി ചീസ് കേക്ക് ടേസ്റ്റും പിന്നെ ഒരു കുനാഫയുടെ ക്രഞ്ചിനെസ്സും പിസ്റ്റാഷ്യോയുടെ ആ ഒരു ഫ്ലേവറും പ്ലസ് നമ്മുടെ ക്യാരറ്റ് ഹൽവയിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, സ്വന്തം നാട്ടിലേക്ക് എത്തുന്ന ഫീലാണ് ഏറ്റവും അടിയത്തെ ലെയർ എത്തുമ്പം. അപ്പോൾ ഈ ഒരു ഈദിന് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു പുഡിംഗ് റെസിപ്പി നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ GRB നക്കിഹത്ത് റംലാൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് കണ്ട് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ വീണ്ടും വീണ്ടും മറ്റ് എപ്പിസോഡുകളിൽ ഇൻഷാല്ലാ മാഷാല്ലാ കണ്ടുമുട്ടാം എന്ന് വിചാരിക്കുന്നു. അസ്സലാമു. Equity Plus presents GRB Ney Nakhat Ramadan, brought to you by Soho One.